അപ്പോൾ എൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞ് എനിക്ക് സമാധാനമായി ഗൈസ്. കുറേ മാസം സ്ട്രെസ് അടിച്ച് ഞാൻ ചെയ്ത് തീർത്തില്ല. ഓക്കെ ആയി, ഞാൻ പാസ്സായി. എനിക്ക് അപ്പം തന്നെ എക്സാം കഴിഞ്ഞ ആ സമയത്ത് തന്നെ നമുക്ക് റിസൾട്ടൊക്കെ വന്ന് ഞാൻ പാസ്സായി, എല്ലാം സെറ്റായി. ഞാനും അമ്മയും കൂടെ പഴയ വീട്ടിൽ വന്നതാണേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറേ ദിവസമായി വീട്ടിൽ വന്നിട്ട്. എന്ന് വെച്ചാൽ എനിക്ക് വർക്ക് കോളേജിൽ രാവിലെ കോളേജിൽ പോവും, തിരിച്ച് വരും, ഷൂട്ട് ചെയ്യും, വീണ്ടും കോളേജിൽ വർക്ക് ചെയ്യും, തിരിച്ച് വീണ്ടും ഡെയിലി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കിവിടെ വരാൻ പറ്റത്തില്ല. ഇപ്പൊ ഞങ്ങൾ കുറെ ഡ്രസ്സായിട്ടാണ് വന്നത്. ഇവിടെ താമസിക്കാനല്ല, ഇവരാണെങ്കിൽ അങ്ങോട്ട് വരും. എപ്പോഴും അങ്ങോട്ട് വരുന്നോണ്ട് പിന്നെ ആ ഒരു മിസ്സിങ് കുറെ ദിവസമായതുകൊണ്ട് എന്താ പോലെ സ്റ്റുഡിയോ ഒക്കെ കാണും. എത്ര ദിവസമായെന്നറിയാമോ സ്റ്റുഡിയോ ഒക്കെ കണ്ടിട്ട്. എന്താണ് ഗൈസ്, വാവയാണെങ്കിൽ നേരത്തെ 4 വീലർ ആണ് ഓട്ടിച്ചോണ്ടിരുന്നത് സൈക്കിളിന്റെ. 2 വീല് ഇളക്കി കളഞ്ഞു. വാവ ഇപ്പൊ 2 വീലർ ഓട്ടിക്കുന്നത്. അങ്ങനെ പറഞ്ഞൂടാ ഗൈസ്, ഇവിടെ ലുക്ക് മാറി. ഇവിടെ പെയിന്റ് അടിച്ച് എനിക്ക് വേണ്ട, പഴം വേണ്ട. ഇന്നില്ലേ, ഇന്ന് 10-ാം തീയതിയാണ്. 10-ാം തീയതി എത്ര സിനിമ ഇറങ്ങണം? 4 സിനിമ ഒറ്റ സ്പെച്ചിലാണ്. ഇപ്പൊ നമ്മൾ 4 സിനിമയെ കാണാൻ പോകണം. പിന്നെ അബിന്റെ എക്സാം ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് നാളെ എന്താണ് എക്സാം. അപ്പൊ അവൻ അതും പഠിക്കാൻ പോകണം. നമുക്ക് സിനിമയ്ക്കും പോകണം. നോക്കാറില്ലേ, നമുക്ക് റെഡി ആയിട്ട് പോവാം. എക്സാം ഒക്കെ കഴിഞ്ഞ് ഇനി റെഗുലർ ആയിട്ട് സൂപ്പർ വീഡിയോസ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. അപ്പൊ ഈ സബിനെ വിളിച്ചിട്ട് നമുക്ക് റെഡി ആയിട്ട് സിനിമയ്ക്ക് പോവാം. ഹലോ ഗൈസ്, ഇന്ന് രാവിലെ തന്നെ രാവിലെ ഉച്ചയായപ്പോ തന്നെ ഉറക്കം എഴുന്നേറ്റ് വെച്ച സിനിമയ്ക്ക് വന്നു. കഴിക്കാതെ വന്ന് ഗൈസ്. ഏത് പടം? അജിത്തിന്റെ പടം ഗൈസ്. ഇന്ന് 4 പടം ഇറങ്ങണം. നാളെ എക്സാം, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇന്ന് എങ്ങനെയെങ്കിലും ഒരു പടമെങ്കിലും 2 പടം കണ്ടു തീർക്കണം. അല്ലെങ്കിൽ എക്സാമിന് നാളെ ഇരിക്കാൻ പറ്റത്തില്ല, ടെൻഷൻ ആവും. ഇപ്പൊ ഗൈസ് ഫുഡ് കഴിച്ചില്ല, വിശക്കണം. തിയേറ്ററിൽ വല്ല മേടിക്കാം, സിനിമയ്ക്ക് പോവാം. 2:30 പടം, 2:30 ആയി. 2:30 സിനിമ റെഡി. 5 മിനിറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ എന്ന് വെച്ചാൽ ലോജിക് ഒന്നും നോക്കാതെ കണ്ട അല്ല ഒരു തമിഴ് പടം കാണുന്ന പോലെ കണ്ടത്. തമിഴ് പടം കാണുന്നത് മാർക്കാനാണ് ഇത് കണ്ട ഫീൽ ആയിരുന്നു. പക്ഷെ അത്ര കോമഡി ഇല്ലായിരുന്നു. പക്ഷെ ആ ഒരു ഷോർട്ടും കാര്യങ്ങളൊക്കെ നൈസ് ആയിരുന്നു. അജിത്തിന് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാണെങ്കിൽ ഭയങ്കര അജിത്ത് ഇല്ലേ, പഴയ അജിത്തിന് അതിലൊരു സെക്ഷൻ ഉണ്ട്, ഒരു സ്റ്റോറി പറയുന്ന സെക്ഷൻ. ഞാൻ പറയില്ല എന്തെന്ന്. സെക്ഷൻ സൂപ്പർ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇന്റർവെല് കഴിഞ്ഞിട്ട് ഒരു സീൻ ഉണ്ട്, അത് നിങ്ങൾ കാണുക. അത് ഷുവർ ആണ്, മസ്റ്റ് ആണ്. തിയേറ്റർ കുലുങ്ങി മൊത്തത്തില്. 6 മണിയായി. അടുത്ത നമ്മൾ 7 മണിക്ക് അടുത്ത സിനിമയ്ക്ക് പോകാൻ പോകും. 1 മണിക്കൂർ സമയമാണ്. ഇതിനാണ് പല്ലി കേൾക്കുന്നത്. കഴിക്കാം. രാവിലെ ഒരു പോപ്കോൺ മാത്രം വയറിൽ കിടക്കുന്നത്. എക്സാമിലാണ് നാളെ. നാളെ എക്സാം. ഇവര് ആദ്യം പറഞ്ഞു ഇന്ന് 4 സിനിമ ആണ്. ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇന്ന് 2 സിനിമയെ കൊണ്ട് നിർത്തിയത്. നാളെ എക്സാം കഴിഞ്ഞ് എന്നിട്ട് ബാക്കി 2 കാണണം. അനി ക്ലാസ് എല്ലാം കഴിഞ്ഞു. ഇനി എനിക്ക് എക്സാം കഴിഞ്ഞാൽ കഴിച്ചിട്ട് പെട്ടെന്ന് പോകണം. നമുക്ക് സമയമില്ല. അബിന് കുറച്ച് സമയമായിട്ട് ആ കുറച്ച് സമയത്തിൽ അബിന് പഠിക്കാൻ പോയിരിക്കുന്നു. ഗൈസ്, ഡെഡിക്കേഷൻ ലെവല്. ഗൈസ്, എന്നെ കാണാൻ വല്ല വ്യത്യാസമല്ല ഉണ്ട്. ഞാൻ ഇപ്പൊ പല്ല് വെച്ചിട്ടാണ്. ഗൈസ്, വീണ്ടും ആനി ലേറ്റ്. കണ്ട പടത്തിനൊരു ഡെഡിക്കേഷൻ ഇല്ലാത്ത പെണ്ണ്. കഴിഞ്ഞ പ്രാവശ്യം എന്നെ ഡിസൈനർ ഇട്ടിട്ട് പോയി ആനി വരാൻ ലേറ്റ് ആയെന്ന് പറഞ്ഞിട്ട്. ഞാൻ ആനി അവിടെ എത്തിപ്പോ 10 മിനിറ്റ് കറക്റ്റ് നോക്കിട്ട് ഞാൻ പോകുന്നതോടെ. ഈ പടത്തിന് സ്റ്റാർട്ടിങ് തൊട്ടേ കാണാം. പോവാ, പെട്ടെന്ന് ഇറങ്ങാം. അച്ഛന്റെ ഫോൺ എടുത്തിട്ടോ? അച്ഛന്റെ ഫോണാണേ. സ്നാക്സ് മേടിക്കാം. നീ റിച്ച് അല്ലേ, നീ വാങ്ങിച്ചാൽ മതി. ആനിയുടെ അക്കൗണ്ടിൽ എത്ര ഉണ്ട്? ആരെ അക്കൗണ്ടിൽ കൂടുതൽ പൈസ ഉണ്ട് അയാൾ ചിലവഴിക്കണേ. എന്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ട്. അച്ചാച്ച അയച്ചത് പൈസ, അയച്ചത് പൈസ. എനിക്ക് അവസാനമായിട്ട് ഞാൻ അയച്ച പൈസ എത്ര? എന്റെ ഇനി 20 രൂപ ഉണ്ട്. അബിന്റെ ചെലവെന്ന് നിന്റെ എത്ര ഉണ്ട്? അച്ചാച്ച അയച്ചെന്ന് 650 രൂപ. ഇവന്റെ അയച്ചെന്ന് 650 രൂപ ഉണ്ടോ? ഇവ അയച്ചെന്ന് 100 സംതിങ് രൂപ. പക്ഷെ എന്റെ വേറൊരു അക്കൗണ്ട് ഉണ്ട്. വേണ്ട പറയണ്ട. നമ്മുടെ വേറൊരു അക്കൗണ്ട് ഉണ്ട്. ബാങ്ക്. നമ്മൾ കാലിയാണെങ്കിലും അതുകൊണ്ട്
ഞങ്ങൾ വരണ്ട. എനിക്ക് ഏത് പടം കാണണം? നല്ലൊരു പടം പറ. എനിക്ക് ഒരു പടത്തിന്റെ പേര് അറിഞ്ഞൂടാ. ഇന്ന് 4 പടം ഇറങ്ങി. കുറച്ച് സാഹചര്യം കൊണ്ട് നിങ്ങള് കൊണ്ടുപോകാൻ പറ്റില്ല. അതെ, നിങ്ങൾ അതിൽ ഏതെങ്കിലും നോക്കിയിട്ടുണ്ടല്ലോ ഏത് പടത്തിന് പോകണമെന്ന്? ഇന്ന് രാത്രി പറഞ്ഞാൽ നാളെ എനിക്ക് ആ പടത്തിന് പോകാം. നിങ്ങൾ ഫാമിലി ഗ്രൂപ്പിൽ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് 4 പടത്തിലായാലും 2 എണ്ണത്തിലേ കൊണ്ടുപോകുള്ളൂ. ഇല്ലില്ല, ഒരെണ്ണം നാളെ രാവിലെ ഒരെണ്ണം കൊണ്ടുപോകാം. ഏതെന്ന് പറഞ്ഞാൽ അയ്യോ, കൊച്ചുപേക്ക് വരണ്ട. അതെനിക്കറിയത്തില്ല. നാളെ രാവിലെ ഒരു പടത്തിന് പോകാം. ഏതിന് പോകണമെന്ന് പറഞ്ഞാൽ മമ്മൂട്ടി, അജിത്ത്, ബേസിൽ. നിങ്ങൾ പറയാ ഏതാണ് കൊള്ളാന്ന് പറയാ. ബേസിൽ ഞാൻ പടത്തിന് നിന്റെ പടത്തിന് പോവാ. ജിംഖാൻ. എന്റെ മക്കളുടെ പടം എനിക്കൊരു പെണ്ണ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു പറയണത് ഇത് എന്നെ പോലെ ഇരിക്കണം നെസ്ലിനെ കണ്ടിട്ട്. ഞാൻ ഒരു നിമിഷം പടത്തിന് നെസ്ലിനായിരിക്കും. പടമൊന്നുമില്ല. പോസ്റ്ററിൽ ഇങ്ങനെ നിൽക്കുന്ന വിപത്തിൽ ഇങ്ങനെ ഇടിച്ചു നിൽക്കുന്നു. ആ പോസ്റ്റർ സ്കെൽറ്റ് ആയിട്ട് ആ മുടിയെ കട്ട് ചെയ്തോണ്ട് തോന്നിയതായിരിക്കും. ആ പിക്ക് എനിക്ക് എന്നെ പോലെ ഇരിക്കണം. എന്നാലും ഞങ്ങൾ ഒരു സിനിമയ്ക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സിനിമയ്ക്ക് കൊണ്ടുപോയി. 9:30 ചന്ദനം വരെ സീരിയൽ ഉണ്ടെന്ന് പറഞ്ഞു. അതൊന്നും കാണൂല. സ്നേഹക്കൂട് എപ്പോഴോ നടക്കണത് ഞാൻ എന്നും കാണും. പക്ഷെ രാവിലെ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് കാണും. ഒരിടയ്ക്ക് വരെ ഇല്ലായിരുന്നു സ്വഭാവം. സിനിമ തുടങ്ങും വാ. ഇവിടെ ഭയങ്കര തിരക്ക് ജിംഖാന കാണാൻ. അകത്ത് പോയിട്ട് മാറ്റാം. അവരുടെ ഫ്രണ്ട്സ് കഥ പറഞ്ഞു കൊടുത്തു. പടം കണ്ടിട്ട് വന്നോണ്ട് കഥ പറഞ്ഞെന്ന് വെച്ചാ എനിക്കിഷ്ടമല്ല ഗൈസ്. ഞാൻ അറിഞ്ഞ കഥ പുറത്ത് പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല ഗൈസ്. ബോക്സിംഗിൽ ചേർന്നല്ല ബോക്സിംഗ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് അടിക്കാൻ തോന്നുന്നു. കൊള്ളായിരുന്നു. ഫണ്ണായാലും എല്ലാം വർക്കൗട്ട് ആയത്. നമുക്ക് ആരെങ്കിലും ഒക്കെ ജയിക്കുമ്പോ ഫസ്റ്റ് ഹാഫ് ഒട്ടുക്കത്തെ ഫണ്ണെസ്, ഒട്ടുക്കത്തെ ഫണ്ണെസ്. ആ കോംബോ, ആ ക്യാരക്ടറിൽ എല്ലാ ക്യാരക്ടറും പക്ക. ബേബിജിനൊക്കെ നൈസ് ആയിരുന്നു അതിനകത്ത്. മറ്റേ അവനുണ്ടല്ലോ, അവന്റെ പേര് എല്ലാരും സൂപ്പർ ആയിട്ട് ചെയ്തല്ലോ. എല്ലാവർക്കും സ്കോർ ചെയ്യാനുള്ള എല്ലാ സൂപ്പർ സാധനങ്ങളും നല്ലപോലെ സ്കോർ ചെയ്തിട്ടുണ്ട്. കാരണം നെസ്ലിൻ മെയിൻ എന്ന് പറയാൻ പറ്റത്തില്ല. 4 പേരും കറക്റ്റ് ആയിരുന്നു. എല്ലാരും 4 5 6 7 8 ബോക്സിംഗ് ചെയ്യാൻ ആരൊക്കെ വന്ന അവരൊക്കെ നല്ല ടീഷർട്ട് ഒക്കെ നേരെ ഇട്ടിട്ടുണ്ട് തിയേറ്ററിനകത്തിട്ട്. കൊള്ളായിരുന്നു. ഇപ്പൊ നമ്മള് 2 മൂവി കണ്ടിട്ടുണ്ട്. നാളെ എനിക്ക് എക്സാം ആണ്. എക്സാം കഴിഞ്ഞിട്ട് അടുത്ത മൂവി ഞാൻ കാണുന്നതായിരിക്കും. ബാക്കി നാളെ 2 മൂവി കണ്ടോളണം. 4 റിവ്യൂ ഞങ്ങൾ ഒരുമിച്ചിടും ഗൈസ്. 4 ഇതുവരെ ഇട്ടിട്ട് എല്ലാരും 1-2 ഒക്കെ ഇട്ടിട്ടാണ്. നമ്മള് 4 ഒരുമിച്ചിടും. സിനിമ കാണാത്തവരൊക്കെ പോയി കാണാൻ. ഇതൊക്കെ അല്ലേ ഈ സമയത്തൊക്കെ ഇതൊക്കെയല്ലേ കാണാൻ പറ്റും. എനിക്ക് എക്സാം ഇത് വീട്ടിൽ പോയി പഠിക്കണേ. എനിക്ക് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലും മാനേജ്മെന്റ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്ന സാധനങ്ങൾ. ഇത്രയും മതി, ഇതൊക്കെ മതി പാസ്സാവാൻ. ഇത് മതി, ഇതിലാണ് എന്റെ കോൺഫിഡൻസ്. നാളെ എന്ത് വെച്ചാൽ ഇത് തന്നെ. കൊളൊക്കെ അറിയണ്ടേ? അതൊന്നും എനിക്കറിയത്തില്ല. എന്ത് വെച്ചാൽ ഇത് എഴുതി വെക്കും. ഗൈസ്, അങ്ങനെ സിനിമയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഫുഡെല്ലാം കഴിച്ചപ്പോൾ കുറച്ചു നേരം പഠിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പഠിച്ചിട്ട് ഇങ്ങനെ കഴിഞ്ഞപ്പോ ഗൈസ് വാവ എന്റെ കൂടെ കിടന്നുറങ്ങുന്നു. ഇനി ഇവനെ പിടിച്ച് മാറ്റി കിടത്തണമല്ലോ ഗൈസ്. ഇവൻ നടുക്ക് കയറി കിടക്കുന്നു. അമ്മ പഠിക്കാൻ വേണ്ടിട്ട് എനിക്ക് ഫ്ലാസ്കിൽ തേയില, പഴം. അമ്മ വിചാരിച്ച് ഞാൻ വെളുപ്പാ രാവിലെ ഇരുന്ന് പഠിക്കുമെന്ന്. ആർക്കറിയാം, 1/2 മണിക്കൂർ ഇരുന്നപ്പോ തന്നെ ഉറക്കം പറഞ്ഞു ഗൈസ്. കാര്യം ഈ തേയില പകുതിയല്ല 1 ഗ്ലാസ് കുടിച്ചിട്ട് ബാക്കി ഒഴിച്ച് കളയാം. അപ്പൊ അമ്മ വിചാരിക്കും ഞാൻ വെളുപ്പാ രാവിലെ വരെ ഇരുന്ന് പഠിച്ചെന്ന് വിചാരിക്കും. ഈ പഴത്തിന്റെ തൊലി കുറച്ച് കഴിച്ചിട്ട് കുറച്ച് മാറ്റി വയ്ക്കും. അമ്മ വിചാരിച്ച് മോൻ വിശന്ന് കഴിച്ചാണ് രാത്രി. ഇന്ന് നോക്കി ഇവനെ സൈഡ് കിടത്തിന്റെ വീണ്ടും വന്ന് നടുക്ക് കിടക്കണം. ഫണ്ണ് തന്നെ വാങ്ങി. എന്നെ ഉറങ്ങാനും വിടുന്നില്ല. മിക്കവാറും തറയെ കിടക്കേണ്ടി വരും. പരീക്ഷയ്ക്ക് പോടാ. പരീക്ഷയ്ക്ക് റീല് വന്നോണ്ടിരിക്കുന്ന പഠിക്കാൻ വേണ്ടി നീ എടുത്ത് നോക്കിയിട്ട് റീല് വന്നോണ്ടിരിക്കണം. ആളെല്ലാം കൊള്ളാം. കഴിച്ച് വയറ് കൊടുത്താലേ പോകാൻ പറ്റുള്ളൂ. പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങും. പ്രാർത്ഥിക്കടാ. പ്രാർത്ഥിച്ചാൽ നിനക്ക് ജയിക്കാൻ പറ്റും. ഞാൻ പഠിക്കുന്നത് ഞാൻ മണ്ടനാ. അങ്ങനെയല്ല, പ്രാർത്ഥന വേണം. ആ സഹായം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുന്നേറാൻ പറ്റും. കേട്ടല്ലോ, മുന്നേറണമെങ്കിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് എക്സാം കൊണ്ട് പോയിട്ട് ഇങ്ങനെ അങ്ങനെ നീ എഴുതണം. ഈശോ കൈപിടിച്ച് എഴുതി.
ഈശോ കൈ പിടിച്ചത് കേട്ടാ? നോക്ക് നോക്ക്. ഈശോ നിന്റെ കൈ പിടിക്കുമ്പോ പറയണേ ആനിയുടെ കൈ കൂടെ പിടിക്കാൻ. ഞങ്ങളുടെ ഫാമിലി ഭയങ്കര ദൈവവിശ്വാസമുള്ള വേറെ കണ്ടോ. എന്നിട്ട് നിന്റെ ബുദ്ധി പ്രകാശിക്കും. നിനക്ക് ബുദ്ധി തരാ സമയത്ത് മറന്നു പോകുന്നതെല്ലാം വെളിച്ചത്ത് കൊണ്ടുതരും. നീ എഴുതുമ്പോ ഈശോയുടെ ചൂണ്ടുവിരലുകൊണ്ട് നിന്റെ പേന പിടിച്ച് ഇങ്ങനെ എഴുതിക്കൊണ്ട് പോകും. പഠിപ്പിക്കുന്ന ടീച്ചറും പഠിക്കുന്ന ഞങ്ങളെല്ലാം മണ്ടന്മാര്. നിങ്ങൾ മണ്ടരല്ല മോനെ. ഈ എല്ലാം നിനക്ക് ഓർമ്മയുണ്ടോ? എല്ലാം ഓർമ്മയുണ്ട്. ഈശോ തരും ഓർമ്മ. ഞാൻ പോകണം കേട്ടോ ഇവിടുന്ന്. 5 മിനിറ്റാ. ഒരു കാര്യം, ഞാൻ ഇവിടെ നിന്ന് കരുണയുടെ കൊന്തയെല്ലാം പഠിച്ച് എക്സാം തീരുമ്പോ അവിടെ പോവാം. പ്രാർത്ഥിച്ചിട്ട് പോ. ഈശോയെ കരുണ കാണിക്കും. നിങ്ങൾ നിങ്ങളെ മോനെ വേണ്ടി പ്രാർത്ഥിക്കും. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ മറ്റേ മെഴുകുതിരി കത്തിച്ച് ഞാൻ വരുന്നവരെ പ്രാർത്ഥന പഠിക്കും. അത് ഞങ്ങൾ ചെയ്യാറുണ്ട്. അത് നീ അനുകൂലത്തൊന്നും പറയാൻ ആവശ്യമില്ല. ഇവർ ഇത്രയും പ്രാർത്ഥന പഠിച്ചിട്ടാണ് എനിക്ക് 10ാം ക്ലാസ്സിൽ 2 A+. നീ ഞാൻ പറഞ്ഞത് നീ പഠിച്ചിട്ട് പോണം. പഠിച്ചിട്ട് പോയിട്ട് എഴുതായിരിക്കണം. നീ ചുമ്മാ ഞാൻ മാർക്ക് എടുത്തില്ലെങ്കിൽ ഞാൻ ഉഴപ്പി. ഞാൻ പഠിച്ചെഴുതിയാ ഈശോ പഠിപ്പിക്കുന്നത്. 10ാം ക്ലാസ്സിലേക്ക് ഉഴപ്പി. അതാണ് പ്രശ്നം. എഴുതിക്കൊണ്ട് ആനി വലിയ കാര്യത്തിൽ പറയാം, അമ്മ ഇന്ന് പരീക്ഷ, അമ്മ ഇന്ന് പ്രാർത്ഥിക്കണേ. അവിടെ എന്ത് ചെയ്യണം അത് എനിക്കൊന്നും മനസ്സിലാവണില്ല. നമ്മൾ ഇവര് പോയിട്ട് വരുന്നവരേക്ക് നമ്മൾ പേടിയാവുമ്പോ നമ്മൾ പറയും ഓൾ ദ ബെസ്റ്റ് പറ. ഓൾ ദ ബെസ്റ്റ്. എല്ലാ ബസ്സും നമ്മൾ അടുത്ത സിനിമയ്ക്ക് പോകാൻ വേണ്ടി റെഡിയായി. നമുക്ക് കറക്റ്റ് 9 മിനിറ്റ് ഉണ്ട്. എത്ര കിലോമീറ്റർ ഉണ്ട്? 9 കിലോമീറ്റർ. 9 കിലോമീറ്റർ ഇപ്രാവശ്യം ഉണ്ട്. മമ്മൂട്ടി ഫാനാണ് അല്ലേ? അതാണ് ഇങ്ങനെ ഡ്രസ് ചെയ്ത് വന്നിരിക്കണ. നീ ആരാ ഫാന്? അവൻ ആ പേര് മാത്രം തന്നെ അറിയാത്തോണ്ടാണ്. തിരുപ്പോമ്മ സിനിമ. വിജയ് ഉണ്ട് ഇതില്. മമ്മൂട്ടിയുടെ സിനിമയില് വിജയ് വരും. സർപ്രൈസ് ഉള്ളു. വാ 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 വാ. അവസാനം കണ്ടിരിക്കണ. സമയമില്ല. 6 മിനിറ്റ് ലേറ്റ്. അപ്പൊ നമ്മൾ ബസ്സൊക്കെ അങ്ങനെ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. മമ്മൂക്കയുടെ ലുക്ക് അവസാനം എനിക്കത് ഇഷ്ടപ്പെട്ട്. വെറുതെ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ സാധനം. എന്തൊക്കെയോ ഉണ്ട്. അവസാനമൊക്കെ എന്നപ്പോ അതൊക്കെ പോയി. ഇല്ലേ? സ്ക്രിപ്റ്റ് നൈസ് സാധനം. അതിനകത്ത് നല്ല സംഭവങ്ങളുണ്ട് അതിനകത്ത്. വാ പുള്ളി ഇങ്ങനെ കണ്ണടച്ചൊക്കെ ഇരിക്കുന്നു. പേടിച്ച് പ്രേതമുണ്ട്. ഇഷ്ടപ്പെട്ടാ ആ സിനിമയിൽ എന്തോന്ന് ഇഷ്ടപ്പെട്ടു നിനക്ക്? ലാസ്റ്റ് എന്തോന്ന്? BMW കാർ സൂപ്പർ. സൂപ്പർ വന്നല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ അത്? ആ ഗെയിമൊക്കെ കളിക്കുന്ന ആൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ നമ്മൾ ഈ സിനിമ കണ്ടിട്ട് വന്ന് ഈ അബിന് എക്സാം കഴിഞ്ഞിട്ട് വരും. എന്നിട്ട് അബിന്റെ കൂടെ നമുക്ക് അടുത്ത സിനിമ കാണാൻ പോകും. നീ വരുന്നോ? ഇവ കള്ള ഇവ ഉണ്ടല്ലോ. പേടിയായിട്ടിരിക്കണം. കുറച്ച് ഉറക്കം വരുന്നു. വിശക്കുന്നു. മൂത്രം മുട്ടുന്നു. എന്തൊക്കെയോ ഇരുന്ന് പറയട്ടെ. സിനിമ കാണാൻ വിടുന്നില്ലേ വേ. അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ഇവനെ അടുത്ത സിനിമ കൊണ്ടുപോകാം. വരാനോ പോണു? വിശമ വന്നു. വന്നില്ലെങ്കിൽ പുതിയ ഫുട്ബോൾ അറിയാമോ? അനന്തോച്ചാസിന്റെ ഉണ്ടാവും സിനിമയില്. നീ എന്നെ കഥ തുറന്നിട്ട് അറിയാതെ ഗേറ്റ് തുറന്നിട്ട് പോയി. അയ്യോ അമ്പ ഇതറിയണ്ട. അപ്പൊ അഭിന് വന്നിട്ട് അടുത്ത സിനിമയ്ക്ക് പോവാം. ഗൈസ് അങ്ങനെ ഞാൻ 3ാമത്തെ പടം കണ്ടില്ല. പക്ഷെ ഞാൻ 4ാമത്തെ പടം കാണാണ്. മരണമാസ്. സിനിമയുടെ പേര് മരണമാസാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. അത് തന്നെ ഗൈസ്. പക്ഷെ ഞാൻ ബസൂക്ക കണ്ടില്ല ഇതുവരെ. ഇവര് ബസൂക്ക റിവ്യൂ പറയും, ഞാൻ മരണമാസിന്റെ റിവ്യൂ പറയും ഗൈസ്. പിന്നെ ഇല്ലേ എക്സാം ഭയങ്കര പടമായിരുന്നു. അത് തിരുത്തുന്ന ആളല്ലേ പറയണത്. സിനിമയ്ക്ക് വരുന്നാ നീ? അതിനെ ഷർട്ടൊക്കെ ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇതിൽ ഏത് പടത്തിൽ പോകണമെന്ന് പറയാൻ പറഞ്ഞു. നീ ചൂസ് ചെയ്ത് നാളെ പോവാ. ഞങ്ങൾക്ക് ബേസിൽ ജോസഫിന്റെ, നെസ്ലിന്റെ ആലപ്പുഴ ജിംഖാന. നെസ്ലിന്റെ കൊള്ളാം. നിങ്ങൾ കണ്ടതാണ്? ഞങ്ങൾ 4ാമത്തെ കാണാൻ പോകുന്നു. ഒപ്പീനിയൻ എന്താണ്? ഏതാണ് കണ്ടല്ലേ? ആലപ്പുഴ ജിംഖാന ഇഷ്ടപ്പെട്ടു. അപ്പൊ നാളെ രാവിലെ ഉച്ചയ്ക്ക് തരും ഞങ്ങൾക്ക്. പോവാറോ? സിനിമയ്ക്ക് വരുന്ന ഉറങ്ങണ? ഉറങ്ങ ഇനി? ഇന്നലെ ഫുൾ ആൾക്കാരാണ്. ഇപ്പൊ ആരില്ലാത്ത കാരണം എന്ത്? നമ്മൾ ലേറ്റ് 5 മിനിറ്റ് ഓട്. ഇന്ന് ലേറ്റ് ഓടാ.
കൊള്ളായിരുന്ന സിനിമ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗൈസ് സത്യം പറഞ്ഞ ബേസിൽ ജോസഫ് അതിനകത്ത് ഇങ്ങനെ ജീവിക്കുമായിരുന്നു. എന്ത് അഭിനയം ഇല്ല, നൈസ് മൂവി. ഒരു രക്ഷയില്ല, ഫണ്ണൊക്കെ കറക്റ്റ് ആയിട്ട് അങ്ങ് വർക്ക്ഔട്ട് ആയി ഇല്ലേ. നേരത്തെ അമ്മയൊക്കെ ചോദിച്ചില്ലേ സിനിമ കാണാൻ പോണോന്ന്. നേരത്തെ ഞാൻ പറഞ്ഞു ആലപ്പുഴ ജിങ്കാന, ഇപ്പൊ ഞാൻ പറഞ്ഞു മരണമാസം കാണാൻ പോയി. മരണമാസം ഫുള്ളും നമ്മളെ ചെക്കന്മാർക്കൊക്കെ ഡാർക്ക് സീരിയസ് സിറ്റുവേഷനിൽ ഡാർക്ക് കോമഡി അങ്ങനെ സാധനങ്ങളാണ് കൂടുതൽ. പക്ഷെ ഫസ്റ്റ് ഹാഫ് ചിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മരണമാസം തന്നെ വൻ സാധനം. ഫസ്റ്റ് ഹാഫ് ചിരിച്ചങ്ങ് ഒഴുകി ബേസിൽ ജോസഫിന്റെ കോമഡിയും സീരിയസ്നെസ് എല്ലാം. എല്ലാവർക്കും അങ്ങനെ ചിരി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോ ആയിരിക്കും, നമുക്കൊക്കെ വന്നു. കാരണമില്ല കണ്ണാപ്പി വൈബൊക്കെ ആസ്വദിച്ചവർക്ക് ഇതൊക്കെ അറിയാം കറക്റ്റ് ആയിട്ട്. നമ്മുടെ ഈ ജനറേഷനൊക്കെ ചിരിച്ചു വരികയും ഒരു ക്യാമിയ ഉണ്ട് ഇടയ്ക്ക് വെച്ച് വരും ഈ സാധനം അല്ലേ. ക്യാമിയ ഇഷ്ടപ്പെട്ടു, എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. ബേസിൽ ജോസഫിന്റെ ആദ്യത്തെ എൻട്രി, അവന് ബേസിൽ ജോസഫിനെ അവരെ പരിചയപ്പെടുത്തുന്ന നാട്ടിൽ, അതൊക്കെ വെറൈറ്റി സാധനങ്ങളായിരുന്നു ടോട്ടൽ ഇല്ലേ. കിളി പറഞ്ഞ സിനിമ കണ്ടിട്ട് മരിച്ചു. അവൻ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? ഇവ ഏത് സിനിമയ്ക്ക് വല്ല ഉറങ്ങും? ഏത് സിനിമ ഉണ്ടല്ലോ കണ്ണടച്ചിരിക്കും. അവരെ 2 സിനിമ മഴ പെയ്യുന്നു. 4 സിനിമ നമ്മള് കണ്ടു കഴിഞ്ഞു. നാളെ തൊട്ട് വീഡിയോ എടുത്ത് തുടങ്ങാം കേട്ടോ. സിനിമ ഒന്നുമില്ല, അതുകൊണ്ടാണ് 4 സിനിമ പെട്ടെന്ന് തീർത്തത്. രാവിലെ 10 മണി എന്ന് പറഞ്ഞ ഒരു ഷൂട്ട്, പക്ഷെ ഞാൻ 12 എത്തുള്ളൂ. ഉറക്കെഴുതേക്ക് കഫയാവും. മഴ വീണ് വാതോ ജലദോഷം വരുന്നതാണ്.